ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഒരുപാട് സ്ട്രെസ്സ് നമുക്കുണ്ടാവാറുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല സന്ദർഭങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഈ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ അറിയുന്നത്. പല സന്ദർഭങ്ങളിലും പല സിറ്റുവേഷനിലും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് മനോധൈര്യം കിട്ടിയത് നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ നോക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിലെല്ലാം അതിനെയൊക്കെ ഓവർകം ചെയ്ത് തരണം ചെയ്ത് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ ആരോഗ്യത്തെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി എന്നുള്ളതാണ്. ആ ആരോഗ്യകരമായ ലൈഫ് ഞാൻ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്ട്രെസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിന് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് നാൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുമുണ്ട്. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയായാലും ഒക്കെ. അതിൻ്റെ ഒന്നും കാരണങ്ങൾ എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ പല സന്ദർഭങ്ങളിലും ആഹാരം പാകം ചെയ്ത് വീട്ടിൽ തന്നെ പാകം ചെയ്ത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫുഡ് ഞാൻ കഴിക്കാറില്ലായിരുന്നു. എന്നിട്ടും എനിക്ക് എൻ്റെ ശരീരത്തിലെ വിറ്റാമിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അളവ് കുറഞ്ഞു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹോംലി ഫുഡ് മാത്രം കഴിക്കുകയും പുറത്തു നിന്നുള്ള നല്ല രീതിയിൽ രാവിലെ എക്സർസൈസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി, വിറ്റാമിൻ്റെ കുറവുകളുണ്ടായി. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരു സപ്ലിമെൻ്റാണ്. ഈ സപ്ലിമെൻ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചത്. കാരണം ഞാൻ ഹെൽത്തി ആയിരുന്നു എന്ന് ഞാൻ അഹങ്കരിച്ച് നടന്നിരുന്ന ആ സമയത്തും എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നില്ല. അത് പല രീതിയിലാണ് ശരീരം പുറത്തേക്ക് നമ്മളെ കാണിച്ചു തന്നത്. ശരിക്കും ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഒരുപാട് മുടി ഉണ്ടായിരുന്ന എനിക്ക് പെട്ടെന്ന് മുടി പൊഴിയാൻ തുടങ്ങി. നമ്മൾ എത്ര സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും പുറമേ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ് ഇങ്ങനെ കിടക്കും. അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ചിന്ത പലപ്പോഴും നമുക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഹെയർ ലോസ് ഉണ്ടാവാൻ തുടങ്ങി, സ്കിന്നൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി, ഞാൻ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ സപ്ലിമെൻ്റ് എടുത്തു. സപ്ലിമെൻ്റ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മാനസികമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടായിരുന്നതിനെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഹെൽത്തിയാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അൺഹെൽത്തി ആയിട്ടിരുന്ന ആ ഒരു സിറ്റുവേഷനെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റിയതും ഒക്കെ ഈ സപ്ലിമെൻ്റ് കാരണമാണ്. ഞാൻ കഴിക്കുന്ന സപ്ലിമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് വെലോസഫിയുടെ
വെൽനസ് പാക്കാണിത്. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 2 omega-3 ക്യാപ്സ്യൂളുണ്ട്, ഒരു വിറ്റാമിൻ ടാബ്ലറ്റ് ഉണ്ട്, ഒരു അസ്താസാന്തിൻ ക്യാപ്സ്യൂളുണ്ട്. ഈ ഒരു പാക്കറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് 30 ദിവസത്തേക്കുള്ള സപ്ലിമെൻ്റാണ് ഈ കിട്ടുന്നത്. ഈ 30 ദിവസത്തേക്കുള്ള സപ്ലിമെൻറ്റ് നമ്മൾ ഈ ഒരു പാക്കറ്റിലുള്ള ഈ 4 ടാബ്ലറ്റ്, 3 ക്യാപ്സ്യൂളും 1 ടാബ്ലറ്റും കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ അളവിലും കിട്ടുകയാണ്. ആ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റിനകത്ത് നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ omega-3 ക്യാപ്സ്യൂൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന APA DHAയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും അതുവഴി ജോയിൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, എല്ലാ അർത്ഥത്തിലും omega-3 നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ജോയിൻറ്റ് പെയിൻ കുറഞ്ഞു. എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ആരോഗ്യം വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസ്താസാന്തിൻ എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നത് കാരണം എൻ്റെ ദഹന പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് വരികയും അതുവഴി ശരീരത്തിലുണ്ടാവുന്ന ടോക്സിൻസ് കൂടുതൽ പുറത്തു പോകാൻ തുടങ്ങി. ഈ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോയത് കാരണം നമ്മൾ ശരീരം നല്ല രീതിയിൽ ആവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കോശങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എനർജി വന്ന പോലെ മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന് തന്നെ അതിൻ്റെ വ്യത്യാസം വന്നു. എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് റിങ്കിൾസൊക്കെ വന്നു തുടങ്ങിയതായിരുന്നു, അതൊക്കെ കുറഞ്ഞു. കുറച്ചും കൂടെ ഗ്ലോ വരാൻ തുടങ്ങി. പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ ആരോഗ്യവും കിട്ടി, സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയും പഴയതുപോലെ തിരിച്ച് കിട്ടാൻ തുടങ്ങി. അത് 1 മാസം കഴിച്ച് നിർത്തണമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയതെങ്കിലും എനിക്കുണ്ടായ മാറ്റങ്ങൾ അത് കാരണം ഞാൻ വീണ്ടും അത് വാങ്ങിച്ചുപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിലേറ്റീവ്സിന് ഞാനത് വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സപ്ലിമെൻ്റ് കഴിച്ചത് കൊണ്ട് ഇന്ന അസുഖം മാറും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് പലതും ഉണ്ടാവുന്നത് ഈ ഒരു വിറ്റാമിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലമാണ്. അതിനെ കറക്റ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അസുഖങ്ങൾ മാറും. ഹോംലി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന എനിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സർസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും എനിക്ക് എവിടെയോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നത് മാറിയത് ഈ സപ്ലിമെൻ്റ് എടുത്തതിന് ശേഷമാണ്. ഈ സപ്ലിമെൻ്റ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്. ഓൺലൈനായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയിൽ നമ്മളൊരു ID എടുത്ത് ആ ID വഴിയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല ഇത്. ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതിലൂടെ എനിക്ക് ആരോഗ്യം മാത്രമല്ല കിട്ടാൻ തുടങ്ങിയത്, അതുവഴി വരുമാനം കൂടിയായിരുന്നു. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണത്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ എനിക്ക് മാസം നല്ലൊരു എമൗണ്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സ്വന്തം അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. എത്ര നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരിക്കലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ജോലിക്ക് പോവാൻ പറ്റാതെ ഇരുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മാനസിക സമ്മർദ്ദവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴും അതിനെ ആ ഒരു സിറ്റുവേഷനെ അന്നേരം മാനേജ് ചെയ്ത് പോയി എങ്കിലും പിന്നീട് ആണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിൽ ആവാൻ തുടങ്ങിയത്. അതിനെയൊക്കെ തരണം ചെയ്ത്
ഇപ്പം ഞാനിത് സപ്ലിമെൻറ്റ് സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം ഏകദേശം എല്ലാം തന്നെ മാറി എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഞാനിത് കൊടുക്കാൻ തുടങ്ങി. ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോയത് വഴി ഇപ്പോൾ അദ്ദേഹവും ഹെൽത്തി ആണ്. ഇത് 2 സെറ്റാണ് അദ്ദേഹം കഴിച്ചത്. 2 മാസം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ മെഡിക്കൽ ചെക്കപ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കഴിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഈ സപ്ലിമെൻറ്റ് ഞാൻ അദ്ദേഹത്തിനും കൊടുത്തു. ഈ അസുഖം മാറും എന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ കൊടുത്തത്. ബ്ലഡ് വാല്യൂസിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സപ്ലിമെൻ്റ് എടുത്തതിന് ശേഷം അതെല്ലാം കറക്റ്റായി എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന വിറ്റാമിനും മിനറൽസും എല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ല. അതിന് നമ്മൾ സപ്ലിമെൻ്റ് അങ്ങോട്ട് കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്കും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, കമൻറ്റിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി എൻ്റെ ബ്യൂട്ടി സ്റ്റോർ വഴി നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സപ്ലിമെൻറ്റിനെ പറ്റി കൂടുതൽ അറിയാനും ഇതിനെ എങ്ങനെ നമുക്കൊരു വരുമാന മാർഗമാക്കി മാറ്റാം എന്നുള്ളതും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഞാൻ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. ഇൻകമിങ് കോള് ഒന്നും വാട്സപ്പിലായാലും വിളിച്ചാൽ എടുക്കില്ല. അതിന് ടൈമില്ല എന്നുള്ളതാണ് കറക്റ്റ്. അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ടേക്കുക. മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ടാവും. നമ്മൾ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോകണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതും അങ്ങനെ കുറേ കാര്യങ്ങൾ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാത്തിൻ്റെയും മറുപടി വാട്സപ്പിൽ തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. പ്രോഡക്റ്റ് മതി എന്നുള്ളവർക്ക് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. ഇത് രണ്ടും താല്പര്യമില്ലാത്തവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.